ഇവിടെ നിന്റെ വലിയ റിസൾട്ട് ഒന്ന് കാണിച്ച് ജനങ്ങളൊന്ന് കാണട്ടെ. അമ്മേ പെണ്ണ് പൊട്ടി. ഞാൻ പറഞ്ഞു +2 ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ മേടിച്ചു തരാന്ന്. പിന്നെ അന്ന് മുതൽ എനിക്ക് ടെൻഷൻ കയറി. ഇതൊരു പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് നമ്മളൊരു ആപ്പിൾ വാച്ച് എന്തായാലും ഈ ഒരു സന്തോഷത്തെ പ്രമാണിച്ചിട്ട് ഞാൻ കുറച്ചായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും വീട് പണി ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നമ്മൾ തുടങ്ങി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹോം ടൂർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ വഴി. അപ്പോൾ നമ്മളിങ്ങനെ ഇവർക്ക് പൈസ കൊടുത്ത് സ്ഥലം മേടിച്ച് ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് നിരത്തി ഇവിടെ ഇങ്ങനെ വഴിയാക്കി. വെൽക്കം ബാക്ക് ടു ആഫ്റ്റർ ലോങ് ഡേയ്സ്. ഇപ്പം നിങ്ങൾ ടൈറ്റിൽ നമ്മളിലും കാണുമല്ലോ, നമ്മുടെ അനിയത്തി +2 കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടിയോ പാളീസായത് പോയി നോക്കാം. ഇനി A+ മേടിച്ച് ഐഫോൺ മേടിച്ച് കൊടുക്കാൻ ഞാൻ മാസാക്കി പോയി. റിസൾട്ട് വന്നു തോന്നുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. 3 മണിയെന്നാണ് പറഞ്ഞു. ഇപ്പം സമയം 3:45. അവൾ പുറത്ത് അമ്മയോട് സംസാരിക്കട്ടെ. അമ്മ ഇവള് പൊട്ടി. അമ്മ പെണ്ണ് പൊട്ടി. 2 ഉണ്ടെന്നാ പൊട്ടീന്നേ. ഞാൻ നോക്കുമ്പോ D+ എല്ലാത്തിനും. എന്റെ ഐഫോണൊന്നും പോകില്ലല്ലോ അല്ലേ? അതെന്തായാലും പോകില്ല. എത്ര കഴിവ്? 2A+, 1A ഉണ്ട്, 3B+. 2A+, B അല്ല 2A+, അല്ല 2A+, B+, B+, A+, B+, 2A+, 3B+ വരെ. അയ്യോ ഇപ്പൊ ശ്വാസം വിട്ട. അല്ലെ തന്നെ അടുത്തൊരു ഐഫോൺ മേടിക്കേണ്ട വരുമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നേ. എനിക്ക് ഇയർഫോൺ വേണേ, മറ്റേ സാധനം. അതേസമയത്ത് യൂസ്ഫുൾ ആവുന്നൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് കയറുമ്പോൾ തന്നെ 520 രൂപ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും. ആ ഒരു പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് അതിലുള്ള കുട്ടിയായിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന, ഓടിപ്പിടിക്കുന്ന, ചാടിപ്പിടിക്കുന്ന, ഫ്രീ ഫയർ, PUBG എല്ലാം കളിക്കാൻ പറ്റും. എന്നിട്ട് പോക്കറ്റ് മണി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വിൻസോ ആപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. സോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നൈസായിട്ട് ഡൗൺലോഡ് ചെയ്യുക. പുതിയ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്താൽ യൂസേഴ്സിന് 550 രൂപ കയറുമ്പോൾ തന്നെ കിട്ടും. ഒരു ഫ്രീ ടൈമിലൊക്കെ വെറുതെ 5-10 ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് സെൽഫായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. ഞങ്ങൾ സ്പോട്ട് തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. സ്പോട്ട് നമുക്ക് അക്കൗണ്ടിലും കിട്ടുന്ന അടിപൊളി ഗെയിം ആപ്ലിക്കേഷനാണ്. നമുക്ക് അങ്ങോട്ട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടി ഫണ്ണായിട്ടുള്ള ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റുന്ന വിൻസോ ആപ്പ് ഉണ്ട്. സോ റെഫർ ചെയ്തിട്ടും ഗെയിംസ് കളിച്ചിട്ട് അടിപൊളിയായിട്ട് പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ പറ്റും. ഫ്രീ ഫയർ ഡയമണ്ട്സ്, ട്രേഡിംഗ് കോഡ്, മണി എല്ലാം കിട്ടുന്നതായിരിക്കും. സ്പോട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണെന്ന് ശ്വാസം വിടുന്നത്. ഞാനൊന്ന് ആവേശത്തിന് അന്ന് 10ാം ക്ലാസ്സിൽ തന്നെ പൊട്ട ബുദ്ധിയിൽ എന്തല്ലോ A+ മേടിച്ച്. അപ്പോൾ ഈ പ്രാവശ്യം മേടിക്കുമ്പോൾ ഒന്ന് അന്ന് 10ാം ക്ലാസ്സിൽ മാസമാക്കി ഇപ്പോൾ ഈ ഫോൺ മേടിച്ച് തരാൻ നോക്കുമ്പോൾ ഇതെങ്ങനെയോ A+ മേടിച്ച്. അതെന്താ? നിനക്കായിട്ട് ഫോണാ? അമ്മേ അങ്ങ് കൊടുത്തേ, എടുത്തോളേ. എന്താ എല്ലാരും കണ്ട അമ്മക്കറിയാം എന്റെ ഫോൺ ഉണ്ട്. എന്റെ അമ്മയടക്കം കുറ്റം പറയാൻ കിട്ടിയ അവസരത്തിൽ നിരത്തി കുറ്റം പറയുന്നത്. എന്താ ഇങ്ങനെ മോൻ കാണിച്ചിട്ട് മോന്ന കാണിച്ചേ? ഫ്രീക്കൊരു വാക്ക് പറഞ്ഞ വാക്കാന്ന് മനസ്സിലായോ? അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പൊ +2 ഞാനൊരു സുഖത്തിന് ഞാൻ 16 Pro Max എടുത്ത സമയം ഇവളിങ്ങനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു +2 ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ മേടിച്ചു തരാന്ന്. പിന്നെ അന്ന് മുതൽ എനിക്ക് ടെൻഷൻ കയറി. ഇതിപ്പോ ആൻഡ്രോയിഡ് ആണെങ്കിൽ 10 രൂപ, ഐഫോൺ ആണെങ്കിൽ 10 ലക്ഷം രൂപ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ ഇത് നമ്മുടെ വിജയാണ് സുഹൃത്തുക്കളെ. അപ്പൊ എത്ര % ചാടി? 85% ഭാഗ്യ സംഭവം. A+കളുടെ എണ്ണങ്ങൾ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും B+ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ 85% ഉണ്ട്. എന്തായാലും നന്നായി, നല്ല ശതമാനമുണ്ട്. A+ മേടിക്കാത്തതുകൊണ്ട് എനിക്ക് ഐഫോൺ മേടിക്കണ്ട. ഐ ആം ഹാപ്പി. ഇയർഫോൺ എന്തായാലും എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് ഉറപ്പായി അയച്ചു തരുന്നതായിരിക്കും. ഞാൻ നിനക്ക് മേടിച്ചു തരാം. ഇന്നാണ് ഞാൻ ശ്വാസം വിട്ടത് സത്യം പറഞ്ഞത്. എൻ്റെ വലിയ റിസൾട്ട് ഒന്ന് കാണിച്ച് ജനങ്ങളൊന്ന് കാണട്ടെ. ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കൂ. A+, B+, B+, ശതമാനം എന്ത് നമ്മൾ കണ്ടുപിടിക്കണം. പണ്ട 85%. എനിക്കൊക്കെ പഠിക്കാൻ വിട്ട സമയത്ത് ഒരു വാഴ വെച്ച 85% കിട്ടി. ഉറപ്പായി അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് A+ മേടിക്കാത്തതുകൊണ്ട് ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. അപ്പം എൻ്റെ കാര്യം നടന്നു. സോ നമ്മുടെ ബ്ലൂ വീട് നമ്മുടെ ബേക്കിൽ കിടപ്പുണ്ട്. ഞാൻ ആക്ച്വലി കൊച്ചിയിൽ നിന്ന് ചെറിയൊരു ചൂടുപനിയൊക്കെ ആയിട്ട് നാട്ടിൽ വന്നതാണ്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് നാട്ടിലുണ്ട്.
അപ്പോൾ നമ്മുടെ മുറ്റത്തോട് വഴിപ്പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. വീട് പണി നടക്കുന്ന വഴിപ്പണി നടക്കുന്ന വീഡിയോസൊക്കെ ഇനി ഉടനെ വരുന്നതായിരിക്കും. വേണമെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ എവിടെയാണ് ഡെയിലി വീഡിയോ ഡെയിലി വ്ളോഗ് എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ആഴ്ച കിടപ്പിലായിരുന്നു. കഞ്ഞി കുടിച്ചാണ് ജീവിച്ചത്. ഏകദേശം 8 കിലോ എൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞ വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ജിമ്മലിൽ തമ്മിൽ മുതൽ തുടങ്ങി കട്ടൊക്കെ എന്നെ തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പിന്നെ ഡ്യൂക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി പോലും ഡ്യൂക്കിന് ഇടാനില്ല. കാരണം ഡ്യൂക്ക് നമ്മുടെ എറണാകുളത്താണല്ലേ. എറണാകുളം വ്ളോഗ് കാണുന്നവർക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ +2 ഉള്ളവർ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉറപ്പായിട്ട് പെർസെൻറ്റേജ് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. എന്തായാലും നല്ലൊരു മാർക്ക് തന്നെയാണ്. 100ൽ 85%. യെസ് അവൾ കഷ്ടപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഞാനും രക്ഷപ്പെട്ടു, അവൾക്ക് നല്ലൊരു മാർക്കും കിട്ടി. ഞാൻ ഹാപ്പിയായി. ആ പൈസയ്ക്ക് നമുക്ക് നമ്മുടെ ബ്ലൂ ബീലെടുത്ത് വർക്ക് കയറ്റാലോ. സോ ഫോക്കസ് ആകത്താങ്ക അങ്ങനെയാണ്. ഇതിലൊന്നും ഇതൊരു പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മളൊരു ആപ്പിൾ വാച്ച് എന്തായാലും ഈ ഒരു സന്തോഷത്തെ പ്രമാണിച്ചിട്ട് ഞാൻ കുറച്ചായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 8 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ഒരു ലാപ്പ് മാറ്റിയിട്ട് നമ്മളൊരു മാക്ബുക്ക് അതും അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ കുറച്ചായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ GPS മാത്രമല്ല, GPS വിത്ത് സെല്ലുലാറാണ്. അതായത് നമുക്ക് എൻ്റെ ഫോണൊക്കെ ഒരു വഴിക്ക് പോയിട്ട് ഓഫായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സിം ഉണ്ട്, ഈ സിം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫോൺ ഓഫാണെങ്കിലും എനിക്ക് ഇത് വെച്ചിട്ട് നൈസായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. അമ്മേനൊക്കെ സൂപ്പറായിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കോൾ എടുക്കുക, സിമ്പിളായിട്ട് നമുക്ക് ഇവിടുന്ന് അമ്മേനൊക്കെ ഇങ്ങനെ കോൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ. പിന്നെ എല്ലാ കാര്യമുണ്ട്. നമുക്ക് ഇതിന് ഗാലറിയും കാര്യങ്ങളൊക്കെ അതിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. എല്ലാ കാര്യമുണ്ട്. ഇതാ ആപ്പിൾ വാച്ച് സീരീസ് 7. അപ്പോൾ ആപ്പിൾ വാച്ച് യൂസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. ഒരാഗ്രഹത്തിൻ്റെ പുറത്തങ്ങ് മേടിച്ചാണ്. എന്തായാലും നമ്മൾ ഇത്ര 4-5 ഐഫോണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആപ്പിൾ വാച്ച് എടുക്കണമെന്ന് പെട്ടെന്നൊരു ആഗ്രഹം കയറി. അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്നാണ് സംഭവം ഡീൽ ചെയ്തത്. എല്ലാം കൊണ്ട് എനിക്ക് എടുത്തു വരേണ്ട കാര്യമൊന്നുമില്ല. അടിപൊളിയാണ്. നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാം, എല്ലാം ആക്സസ് ചെയ്യാം. സാധാ വാച്ച് ആപ്പിൾ വാച്ച് എന്നൊക്കെ പറയുമ്പം സാധാ അത്യാവശ്യം പൈസ കുറഞ്ഞത് GPS മാത്രമായിരിക്കും. അതായത് നമ്മുടെ ഐഫോണൊക്കെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അത് അടുത്തുണ്ടെങ്കിൽ നമുക്ക് കോൾ എടുക്കാൻ പറ്റും. പക്ഷേ ഇത് GPS വിത്ത് സെല്ലുലാറാണ്. അതായത് ഇതിൽ ഈ സിം സപ്പോർട്ടഡാണ്, സിം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഐഫോൺ വീട്ടിലാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ട്, ഇതിൽ ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അതാണ് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് ഇത് യൂസ്ഫുൾ ആണ്. ബട്ട് ഇത് ആപ്പിൾ ഗാഡ്ജറ്റ് ആയതുകൊണ്ട് ഐഫോണിനും ചാർജ് വെക്കില്ല, ആപ്പിൾ വാച്ചിനും ചാർജ് വെക്കില്ല. അത് വേറെ കഥ. പക്ഷേ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായി അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കും ബാറ്ററി നിൽക്കാത്തത്. സോ എന്തായാലും ഇതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ഇൻസ്റ്റയിൽ കുറേ പേര് ചോദിച്ചാണ്. പിന്നെ ഞാൻ ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കൊച്ചി പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ മേടിച്ചത്. പിന്നെ കൊച്ചി പോയി തിരക്കായിപ്പോയി. സോ എന്നാലും ഹാപ്പി ന്യൂസ് ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ. നിങ്ങളോട് പറയാൻ ഞാൻ മറന്നുപോയ കാര്യം. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വഴിപ്പണി ഇവിടം വരെ ഇത്രയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ ഇൻ്റർലോക്കോ അല്ലെങ്കിൽ ചരലൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ ഫുൾ ചെളിയും വണ്ടീൻ്റെ മണ്ടയിലോട്ടാണ് തെറിക്കുന്നത്. ഇതിൻ്റെ പ്രഷർ വാഷർ ഞാൻ ഓർഡർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അത് സോ എന്തായാലും വീട് പണി ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ തുടങ്ങി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹോം ടൂർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പണ്ടത്തെ വീടിൻ്റെ ചെയ്തത്. അപ്പോൾ അതിന് വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. അപ്പം ഞാൻ ആക്ച്വലി ഇത് പൊട്ടും ഒരിടിയൊക്കെ +2 ഒക്കെ പൊട്ടുമെന്ന് വിചാരിച്ചെടുത്ത വ്ളോഗാണ്. എന്തായാലും നല്ലൊരു മാർക്കോടെ അവൾ പാസ്സായിരിക്കുകയാണ്. സോ എന്തായാലും നമ്മൾ വഴിപ്പണി നമ്മുടെ ഇവിടെ 8 വർഷത്തോളമായിട്ട് നമ്മൾ നടന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ മുകളിലത്തെ ഒരു അയൽവാസിയും കൂടെ നമ്മുടെ വീട്ടിലോട്ട് വഴി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്തായാലും അത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ്. കാര്യം നിങ്ങൾ കണ്ടപ്പോൾ ഇത്രയും കാലം നമ്മുടെ ബ്ലൂബിയൊക്കെ വേറെ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കുടുംബക്കാരെ പോലെ തന്നെയുള്ള വീടാണ്. ബട്ട് എൻ്റെ ബ്ലൂബി മിറ്റത്തുണ്ട്. പക്ഷേ എൻ്റെ ഡ്യൂക്ക് കൊച്ചിയിലാണ്ട് എൻ്റെ ഡ്യൂക്ക് എൻ്റെ ഈ വീടിൻ്റെ മിറ്റത്തോട്ട് വന്നിട്ടില്ല. ഹോം ടൂറൊക്കെ ഫുൾ പണിയൊക്കെ തീരുന്നതിൻ്റെ ഇടയിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ നമ്മുടെ വഴീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഇവിടെ മുഴുവൻ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നടന്ന് പോകേണ്ട ചെറിയ വഴിയായിരുന്നേ. അപ്പോൾ നമ്മളൊരു 2-3 മാസമായി പണി തുടങ്ങിയിട്ട് ഈ ലെവലിൽ നമ്മുടെ വഴിപ്പണി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ റോഡ്. അമ്മേ അതിപ്പോൾ എൻ്റെ തലയാണ്. ആ റോഡ് ഇങ്ങനെ വരുന്നില്ലേ, ഇതായിരുന്നു ആക്ച്വലി നമ്മുടെ വഴി. ഈ കാണുന്ന ചെറിയ വഴി. അപ്പോൾ നമ്മളിങ്ങനെ ഇവർക്ക് പൈസ കൊടുത്ത് സ്ഥലം മേടിച്ച് ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് നിരത്തി ഇവിടെ ഇങ്ങനെ വഴിയാക്കി ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെ എന്തായാലും നമ്മൾ ഫുൾ പണി കഴിഞ്ഞ് കാണിച്ചു തരാം. ഒരുപാട് വർഷത്തെ ഡ്രീമായിരുന്നു, നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല. എന്തായാലും ദൈവാനുഗ്രഹത്തിന് സെറ്റപ്പ് ആയിട്ടുണ്ട്. സോ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഉറപ്പായിട്ടും കാണിച്ചു തരാം. അപ്പോൾ ഇനി എന്താണ് ഷോർട്ട് വ്ളോഗാണോ ഡെയിലി വ്ളോഗാണോ എന്താ വേണ്ടതെന്ന് ഉറപ്പായിട്ടും കമ്പനി. പിന്നെ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ ഷൂട്ടും പരിപാടിയൊക്കെ ആയി തിരക്കായതുകൊണ്ടാണ് ഫുൾ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്. ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ജിമ്മ്, ബോഡി, യൂട്യൂബ് എല്ലാം. എനിക്കെന്താ പറ്റിയെന്ന് അറിയില്ല. ബട്ട് കംബാക്ക് അടിച്ചിരിക്കും മഹേഷേ. നമ്മുടെ ബ്ലൂബിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മഴയത്ത് ഇതാ ഇട്ടിട്ട് ഇങ്ങനെ ചെളി. ഇന്നിപ്പോൾ കൊണ്ടുപോയിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്, ബാക്കിൽ ട്യൂബൊക്കെ മാറ്റണം.
സോ എന്തായാലും കാണിച്ചു തരാം. ഒരിക്കലും ഇത്രയെങ്കിലും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കൊക്കെ എത്ര മാർക്ക് ഇട്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കിടിലം വേണ്ടിയിട്ട് വേണ്ടി ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക്.